നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതം, എന്താ ഗൗതം ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഈ അമ്മ എങ്ങനെ ഈ CKസിന്റെ കൂടെ ചേർന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചന്ദ്രബോസ് ആരാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ? ആരായാള്? എന്റെ തോൽവി കാണാൻ നടക്കുന്നവൻ, അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ആൾ. എന്നെ എന്റെ കമ്പനിയെ തകർക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ചതി ചെയ്തിട്ടുണ്ട്. എന്നിട്ടിപ്പോ പ്രണവിനെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. നമ്മുടെ ജപ്പാൻ ടെൻഡർ പോലും തട്ടിയെടുക്കാൻ നോക്കിയവനാണ് ഈ CK. ഇപ്പൊ അതേ CKക്കൊപ്പം ചേർന്ന് നിന്ന് നമ്മുടെ കുടുംബത്തിന്റെ തന്നെ സമാധാനം തകർക്കാൻ നോക്കുന്നു. അയാൾ നമ്മുടെ മുമ്പിൽ ഇപ്പൊ നടത്തിയ ഷോ കണ്ടില്ലേ? അപമാനിച്ചത് നീയും കേട്ടതല്ലേ? ആരാ നിനക്ക് കാരണക്കാരി? അമ്മ തന്നെയല്ലേ? ഈ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത്? എന്തിനാ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്? എന്റെ മകൻ, എന്റെ കുടുംബം, എന്റെ ബിസിനസ്, അങ്ങനെ ഒരു ചിന്ത മാത്രമേ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മ തന്നെ ഇപ്പൊ ഇങ്ങനെ മാറാനുള്ള കാരണം എന്തായിരിക്കും? പ്രണവ് ശിവാനിയെ കല്യാണം കഴിച്ചാൽ അവന്റെ ജീവിതം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ സർവ്വ സമാധാനവും നശിക്കുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്തിനാ ആ വിവാഹത്തിന് വേണ്ടി അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഞാൻ ആരോടാണോ പോരാടിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ വീട്ടിൽ തന്നെ എന്റെ അനിയനെ കൊണ്ടുപോയി ഏൽപ്പിച്ചിരിക്കുന്നു. ഇതൊന്നും എനിക്ക് അങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല. എന്തൊക്കെയായി നടക്കുന്നത്? ഗൗതം, എന്താ ഇത്? ഗൗതം, ഒന്ന് അടങ്ങ്. ആന്റി എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആന്റിയുടെ ഇപ്പോഴത്തെ മനംമാറ്റത്തിന്റെ കാരണവും എനിക്കറിയാം. അറിയാവുന്നേ? എന്തറിയാവുന്ന? ഈശ്വരമംഗലത്തിന് എന്തെങ്കിലും ദോഷം വരണമെന്നോ മകനായി കാണുന്ന ഗൗതമിനെ വിഷമിപ്പിക്കണമെന്നോ ഒരു ഉദ്ദേശവും ആന്റിയുടെ മനസ്സിലില്ല ഗൗതം. ആന്റി ഈ ചെയ്യുന്നത് മുഴുവനും ഒരാളെ മാത്രം ഉന്നം വെച്ചിട്ട്. ആന്റിയുടെ ഉന്നം ഞാനാണ്. നീ എന്തൊക്കെയാ പറഞ്ഞു വരുന്ന നിധി? ശിവാനി ഈശ്വരമംഗലത്തിന്റെ മരുമകളായി വരണമെന്ന് വസുന്ധരാന്റി വാശി പിടിക്കുന്നെങ്കിൽ അത് ഈശ്വരമംഗലത്ത് നിന്നും എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഗൗതമിനെ ഉപേക്ഷിച്ച് ഞാൻ ആ വീട് വിട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഗൗതം ആന്റി ഇതെല്ലാം ചെയ്യുന്നത്. നിധി പറയുന്നതൊക്കെ നേരാണോ? ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് ഗൗതമിന് ഇതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണും. പക്ഷെ പലവട്ടം പല രീതിയിൽ ഞാനിതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞതാ. ആന്റി എന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞതാ. നിധി, നീ പറയുന്നൊന്നും എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് ചുറ്റും ഇത് എന്തൊക്കെയാ നടക്കുന്നത്? ഒന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലെന്നാണോ? എന്നെ എന്താ ഇതൊക്കെ അറിയിക്കാതിരുന്നത്? വസുന്ധരാന്റി CKCയുടെ പക്ഷം ചേർന്ന് നിന്ന് നമ്മളെ ദ്രോഹിക്കുന്നത് ഇതാദ്യത്തെ സംഭവമൊന്നും അല്ല ഗൗതം. ആന്റി ഇതിനു മുൻപും അത് ചെയ്തിട്ടുണ്ട്. ഗൗതമിന്റെ മനസ്സിൽ ആന്റിയെക്കുറിച്ചുള്ള രൂപം മങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനും പാറുവമ്മയൊക്കെ എല്ലാം മറച്ചു വെക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെയും വസുന്ധരാന്റി നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നേ? നീ പറയുന്നതൊക്കെ എന്റെ അമ്മയെക്കുറിച്ച് തന്നെയാണോ? അമ്മ അങ്ങനെയൊക്കെ ചെയ്യൂ? ആ ജപ്പാൻ ടെൻഡറിന്റെ കാര്യത്തിൽ CKC ആണ് ചതിച്ചതെന്ന് ഗൗതം പറഞ്ഞില്ലേ? അതൊരു പാതി സത്യം മാത്രമാണ് ഗൗതം. എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ ഗൗതമിനോട്. എന്നാലും പറയുക, ആ കൊടും ചതിക്ക് കൂട്ടുനിന്നത് വസുന്ധരാന്റിയാ. ടെൻഡറിന്റെ ഫോട്ടോ എടുത്ത് ചന്ദ്രബോസിന് അയച്ചു കൊടുത്തത് ഞാനാണെന്നല്ലേ ആന്റി പറഞ്ഞത്. പക്ഷേ അത് യൂണിയൻ ലീഡർ വിജയനെ കൊണ്ട് ചെയ്യിച്ചത് ഗൗതമിന്റെ ഈ അമ്മയാണ്.
പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട് ഗൗതം. ആന്റി ഈ ചെയ്യുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഗൗതമിന്റെ ഭാര്യയായി ഞാൻ ഈശ്വരമംഗലത്ത് വന്നത് ആന്റിക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. ഈശ്വരമംഗലത്തിന്റെ അന്തസ്സിന് നിലയ്ക്കും വിലയ്ക്കും ചേരാത്തവളാണ് ഞാനെന്നാ ആന്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ലോ ക്ലാസ് ഫാമിലിയിൽ നിന്നും വന്ന എന്നെ ഈശ്വരമംഗലത്തിന്റെ മരുമകളായി അംഗീകരിക്കാൻ ഒരിക്കലും ആന്റിക്കാവില്ല ഗൗതം. എന്നെയും ഗൗതമിനെ വേർപിരിക്കാൻ വേണ്ടി ആന്റി എന്തും ചെയ്യും. അതിനുവേണ്ടിയാ ഇപ്പൊ പോലും ശിവാനിയെ ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുവരാൻ ആന്റി തീരുമാനിച്ചത്. ശത്രുവാണെന്ന് പോലും നോക്കാതെ CK ചന്ദ്രബോസിനെ കൂട്ടുപിടിച്ചിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാ. സ്വന്തം കുടുംബത്തെയാണ് താറുമാറാക്കാൻ നോക്കുന്നതെന്ന് എന്നോടുള്ള വൈരാഗ്യം കാരണം ആന്റി ഒരിക്കൽ പോലും ചിന്തിക്കുന്നുമില്ല. ഇത്രയും കാലം നീ ഇത് എന്നോട് പറയാതിരുന്നാണ് നിധി ഏറ്റവും വലിയ തെറ്റ്. ഞാനിപ്പോ ഈ അവസരത്തിൽ പറഞ്ഞിട്ട് പോലും ഗൗത എന്താ എന്നോട് ചോദിച്ചത്? നീ ഈ പറയുന്നതൊക്കെ നേരാണോ എന്നല്ലേ? ഗൗതം അമ്മയെ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ആ വിശ്വാസം ഞാനായിട്ട് തകർക്കാൻ പാടില്ല എന്ന് കരുതി. വസുന്ധര ആന്റി എന്നെ എത്രയൊക്കെ വെറുത്താലും എന്നെങ്കിലും ആന്റി എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ തോറ്റുപോയി ഗൗതം. ഇനി ആന്റിയുടെ സ്നേഹവും ഇഷ്ടവും എന്തിന് ഒരു പരിഗണന പോലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ എല്ലാം തുറന്നു പറയുന്നത്. അത് മാത്രമല്ല, ഞാൻ പറയാതെ തന്നെ ആന്റിയാണ് പ്രണവിനെ CKCയുടെ വീട്ടിൽ എത്തിച്ചതെന്ന് ഗൗതം അറിഞ്ഞു കഴിഞ്ഞു. ഗൗതം, ഇനി എല്ലാ സത്യങ്ങളും മറച്ചു വെക്കുന്നതിൽ എന്തർത്ഥമാണ് ഗൗതം ഉള്ളത്? നീ ചെയ്തത് ശരിയാണെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടമല്ല നിധി. ഇതൊക്കെ ആദ്യം മുതൽ നീ എന്നെ അറിയിക്കണമായിരുന്നു. ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ, മാറ്റിയെടുത്തേനെ. ഇല്ല ഗൗതം, ഗൗതമിനെ കൊണ്ട് ഒരിക്കലും അതിനാവില്ല. ആന്റിയുടെ മനസ്സ് മാറണമെങ്കിൽ ഞാൻ ഗൗതമിനെ വിട്ട് ഈശ്വരമംഗലത്തിന്റെ പടി ഇറങ്ങണം. ഗൗതം ഇറക്കി വിടണം എന്നെ അവിടുന്ന്. പറ്റുമോ ഗൗതമിന്? ഗൗതം അത് ചെയ്യില്ലെന്നറിയാം. ശിവാനി ഈശ്വരമംഗലത്തേക്ക് വന്നാൽ അവളെ കൊണ്ടത് ചെയ്യിക്കാനാവും എന്ന കണക്കുകൂട്ടലാവും ആന്റി. ഇല്ല, ഇതിങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അമ്മ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നത്? ഞാനൊരു പമ്പര വിഡ്ഢിയാണെന്നാണോ? എന്നോട് എന്തും കാണിക്കാവുന്നാണോ? കാണിച്ചു കൊടുക്കാൻ ഞാൻ. വേണ്ട ഗൗതം, വേണ്ട. വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. എല്ലാത്തിനും ഇന്നത്തോടെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഗൗതം, പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഗൗതം, ഒന്ന് സമാധാനപ്പെട്, പതുക്കെ പോ. ഗൗതം, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഗൗതം, ഗൗതം. ശ്ശേ.